ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ടാൻ റിമൂവിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വെയിലൊക്കെ അടിച്ച് കരിവാളിച്ചിരിക്കുന്ന മുഖത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സൺ ടാനൊക്കെ മാറി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാൻ സഹായിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയും പിന്നെ ഒരു കോഫി പൗഡറുമാണ് കേട്ടോ. അപ്പോൾ നാരങ്ങാനീര് 1 ടീസ്പൂൺ, കോഫി പൗഡർ 1 ടീസ്പൂൺ, ആ കണക്കിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നാരങ്ങാനീര് നിങ്ങൾ 2 ടീസ്പൂൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫേസിലും കഴുത്തിലും കയ്യിൽ കാലിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ടാനുള്ള ഏരിയയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സിനൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ അടിപൊളിയാണ് ലെമൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടാനും നന്നായിട്ട് കുറയ്ക്കും. പിന്നെ അതുമല്ല, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജന്റ് ഉണ്ട് ഈ ലെമണിൽ. അപ്പം അത് നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് നിറം വയ്ക്കാനും ഒരു തിളക്കം നൽകാനും സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ പ്രായാധിക്യം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ പരിഹരിക്കാൻ ലെമൺ ജ്യൂസ് നമ്മൾ മുഖത്ത് പുരട്ടുന്നത് വഴി സഹായിക്കും. പിന്നെ ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം തിരിച്ചു കൊണ്ടുവരും. അതായത് ടാനൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന്റെ ഒറിജിനൽ കളറിലേക്ക് കൊണ്ടുവരാനും ലെമൺ സഹായിക്കും. അപ്പം ഞാൻ ദേ ഇവിടെ 1 സ്പൂൺ ലെമണും 1 സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, തിക്കായിട്ടല്ല. അപ്പം നിങ്ങളത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഈ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നാരങ്ങ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിൽ മുഖക്കുരു മൂലം വന്നിട്ടുള്ള പാടുകളൊക്കെ കുറയ്ക്കാൻ അത് നന്നായിട്ട് സഹായിക്കും. പിന്നെ കാപ്പിപ്പൊടിയെ പറ്റി പറയുവാണെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളൊരു ഒന്നാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. പിന്നെ കാപ്പിപ്പൊടിയിൽ കഫീൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് ചർമ്മത്തിലെ ചുളിവുകൾ നീക്കാൻ സഹായിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചർമ്മത്തെ ബലപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. വാട്ടറി കൺസിസ്റ്റൻസിയാണ്, മുഖത്ത് ഇരിക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നാലും നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫേസിൽ മാത്രമാണ് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കഴുത്തിൽ, കയ്യിൽ, കാലിലൊക്കെ ടാനുള്ളടത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് ഡ്രൈ ആവണമെന്നില്ല, ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവും. അത്രയും നേരം വച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക കേട്ടോ. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ ശ്രദ്ധിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മുഖത്തൊരു നല്ല ഗ്ലോ വരും, ബ്രൈറ്റ്നെസ് വരും, ഒരു തിളക്കം വരും. ഞാനത് കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് മുഖത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് 15 മിനിറ്റ്. പിന്നെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. ഈ കോഫിയിലൊരു സ്ക്രബിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പം ഞാൻ ഇവിടെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. കവിളിലൊക്കെ ഒരു ചെറിയ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും തന്നെ കാണുന്ന 2 സാധനങ്ങളല്ലേ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് ദിവസങ്ങളിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. കാരണം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.